അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരെ വലിയൊരു വിമർശനമാണ് ദുർബല ഹദീസിനെ തെളിവാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ തത്വം രൂപീകരിച്ചു. അതാണ് പ്രശ്നം എന്നാണ് ഇപ്പോഴും കാര്യമായി ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. ആരോപണം കേട്ടാൽ തോന്നുക 2012 ശേഷം അല്ലെങ്കിൽ വിസ്ഡം ഓർഗനൈസേഷൻ ഉണ്ടായതിന് ശേഷമൊക്കെയാണ് ഈ ഹദീസ് ചർച്ചയായത്, കേരളത്തിൽ ചർച്ച കൊണ്ടുവന്നത് എന്നൊക്കെയാണ് ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് തോന്നിപ്പോവുക. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ച? അതൊരു വൈജ്ഞാനികമായി ഒരു പഠനമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഹദീസ് ലഈഫാണ്, ദുർബലമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിന് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ, വ്യത്യസ്തമായ വഴി ഉദ്ധരിക്കപ്പെട്ട അതിൻ്റെ വചനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു റിപ്പോർട്ടിൽ വന്നത് ഇദാ അളല്ല അഹദുക്കും ഷൈഅ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും, നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വഴിതെറ്റിയാൽ, ഔ അറാദ അഹദുക്കും ഔന, അല്ലെങ്കിൽ സഹായം ഉദ്ദേശിച്ചാൽ, വഹുവ ബി അർളിൻ ലൈസ ബിഹാ അനീസ്, കൂട്ടുകാരായി ആരുമില്ലാത്ത സ്ഥലത്ത്, ജനവാസമില്ലാത്ത സ്ഥലത്ത് ഒരു സഹായം ആവശ്യമായി വരികയോ വഴി തെറ്റുകയോ ചെയ്താൽ ഫൽയഖുൽ, അവൻ പറയട്ടെ, യാ ഇബാദല്ലാഹി അഗീസൂനി, യാ ഇബാദല്ലാഹി അഗീസൂനി, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കുവീൻ എന്ന് പറയട്ടെ. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, തീർച്ചയായും അള്ളാഹുവിന് ചില അടിമകൾ ഉണ്ട്. ലാ നറാഹും, ആ അടിമകളെ നമ്മൾ കാണുകയില്ല. ഇതാണ് ഒരു വചനം. ലഈഫാണ്, ദുർബലമാണ്. പക്ഷെ അതിൽ വന്ന ടെക്സ്റ്റ് ഇതാണ്. മറ്റൊന്ന് ഇദം ഫലതത് ദാബത്തു അഹദിക്കും ബിഅർളിൻ ഫലാത്തിൻ, വിജനമായ ഒരു മരുഭൂമിയിൽ വെച്ച് നിങ്ങളൊരാളുടെ യാത്രാവാഹനം നഷ്ടപ്പെട്ടു പോയാൽ ഫൽയുനാദി, അവൻ വിളിച്ചു പറയട്ടെ, യാ ഇബാദല്ലാഹ് യഹ്ബിസു, യാ ഇബാദല്ലാഹ് യഹ്ബിസു, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ അതിനെ പിടിച്ചു വെക്കൂ, അതിനെ നിങ്ങൾ പിടിച്ചു വെക്കൂ എന്ന് പറയട്ടെ. ഫഇന്ന ലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി ഹാദിറൻ സയഹ്ബിസൂനഹാ ലഹു, അള്ളാഹുവിൻ്റെ ചില അടിമകൾ ഭൂമിയിലൊക്കെയുണ്ട്, അവർ ഹാദിറായവരാണ്, അവർ നിങ്ങൾക്ക് വേണ്ടി ആ മൃഗത്തെ തടഞ്ഞു വെക്കും. ഇതാണ് മറ്റൊരു റിവായത്ത്. ഇനി മൂന്നാമത്തെ റിവായത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നബി തങ്ങൾ പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന ലില്ലാഹി മലായികതൻ ഫിൽ അർളി സിവൽ ഹഫളതി, അല്ലാഹു തആലക്ക് ഹഫളത്ത് അല്ലാത്ത വേറെ ചില മലക്കുകൾ ഭൂമിയിലൊക്കെ ഉണ്ടാവും. ഹഫളത്തായ മലക്കുണ്ട്, ഖുർആൻ തന്നെ പഠിപ്പിച്ച കാര്യമാണ്. മനുഷ്യന്മാർക്ക് സംരക്ഷണമേകാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച ചില മലക്കുകൾ ഹഫളത്ത്, അവരല്ലാത്ത വേറെ ചില മലക്കുകളും അള്ളാഹു തആലക്കുണ്ട്. യക്തുബൂന മാ യസ്ഖുതു മിൻ വറഖി ശജർ, ഒരു മരത്തിൻ്റെ ഇല താഴെ വീണാൽ പോലും ആ മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഫൈദ അസാബ അഹദുക്കും അർജതൻ ബി അർളി ഫലാത്തിൻ, ഒരു വിജനമായ പ്രദേശത്ത് വെച്ച് നിങ്ങൾ ആർക്കെങ്കിലും വല്ല പ്രയാസം വന്ന് ഒരു സഹായം ആവശ്യമായി വന്നാൽ ഫൽയുനാദി, അവൻ വിളിക്കട്ടെ, അഈനു ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ സഹായിക്കുവീൻ എന്ന് വിളിക്കട്ടെ. ഇതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ വന്ന വ്യത്യസ്തമായ വചനങ്ങൾ. ഇതാണ് നമ്മുടെ നാട്ടിൽ ചർച്ചയുള്ളത്. ഏത് റിപ്പോർട്ട് എടുത്താലും വിവിധ സനദകൾ ഉണ്ടെങ്കിലും എല്ലാം ദുർബലം തന്നെയാണ്, ലഈഫാണ്, സ്വഹീഹല്ല. നബി തങ്ങൾ പറഞ്ഞു വന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എല്ലാം ലഈഫാണ്, ദുർബലമാണ്. അതുകൊണ്ട് തന്നെ തെളിവായി സ്വീകരിക്കാൻ നിർവാഹമില്ലാത്ത കാര്യവുമാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ ഇതൊരു അസ്ലായി, ഒരു അമലിനായി, തെളിവായി സ്വീകരിക്കാൻ വകുപ്പുണ്ടോ? ഇല്ല. ഇതാണ് ഈ റിപ്പോർട്ട്. ഇത് ഇവിടെ 2012 ശേഷമാണോ ചർച്ച വന്നത്? ഒരിക്കലുമല്ല. ഇത് ആദ്യകാലം മുതൽ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ, വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഈ റിപ്പോർട്ടിനെ പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണമായി ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അദ്ദേഹം ഹജ്ജ് യാത്രാ വേളയിൽ അദ്ദേഹം വഴിതെറ്റിയപ്പോൾ അദ്ദേഹം ഇത് പ്രകാരം പ്രാവർത്തികമാക്കി എന്ന് താരീഖു ദിമഷ്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്.
ഇമാം അഹമ്മദിൻ്റെ മകൻ പറഞ്ഞതായിക്കൊണ്ട് ബാപ്പ 5 പ്രാവശ്യം ഹജ്ജിന് പോയി, 3 പ്രാവശ്യം നടന്നു പോയി, 2 പ്രാവശ്യം വാഹനത്തിൽ പോയി, അല്ലെങ്കിൽ തിരിച്ച് 3 പ്രാവശ്യം വാഹനത്തിൽ പോയി, 2 പ്രാവശ്യം നടന്നു പോയി. ആ ഒരു യാത്രയിൽ ബാപ്പാക്കൊരിക്കൽ അവിടെ വഴിതെറ്റി. അങ്ങനെ വഴിതെറ്റിയപ്പോൾ ബാപ്പ പറഞ്ഞു, ഫലം അസൽ അഖൂലു ദാലിക, ഞാനിത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏത്? ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, അല്ലാഹുവിൻ്റെ അടിമകളെ എനിക്ക് നിങ്ങൾ വഴി കാണിച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫലം അസൽ അഖൂലു ദാലിക ഹത്താ വഖഫ്തു അല ത്വരീഖ്, അങ്ങനെ ഞാൻ അതിങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ ശരിയായ വഴിയിലേക്ക് ഞാൻ പിന്നീട് എത്തുകയും ചെയ്തു എന്ന് ബാപ്പ പറഞ്ഞുവെന്ന് മകൻ അബ്ദുള്ള ഇമാം അഹ്മദെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് താരീഖ് ദിമഷ്കിൽ രേഖപ്പെടുത്തുന്നു. അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, കഴിഞ്ഞ 1200 കൊല്ലമായി മുസ്ലിം ലോകം ഒന്നിച്ച് സ്വീകരിച്ച അദ്ദേഹത്തിന് കൊടുത്ത സ്ഥാനപ്പേരാണ് ഇമാമു അഹ്ലിസുന്ന, അഹ്ലുസുന്നയുടെ ഇമാം എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഇമാം അഹ്മദ്. ആ ഇമാം അഹ്മദ് ശിർക്ക് ചെയ്തു എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. ഖുർആൻ അല്ലാഹുവിൻ്റെ മഖ്ലൂഖാണ് എന്ന് പറയാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ 2.5 കൊല്ലം ജയിലിൽ കിടന്നതാണ് ഇമാം അഹ്മദ്. 70-ാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് 72.5 വയസ്സിലാണ് അദ്ദേഹം വിട്ടയക്കപ്പെടുന്നത്. 2.5 കൊല്ലം ജയിലിൽ കിടന്നു ആ പ്രായാധിക്യമുള്ള കാലത്ത്. ചാട്ടവാറ് കൊണ്ട് പരസ്യമായി ജുമാക്ക് ശേഷം പള്ളിയുടെ പുറത്ത് വെച്ച് അടിയേറ്റുവാങ്ങിയതാണ് ഇമാം അഹ്മദ്, മാറ്റിപ്പറയാൻ തയ്യാറാവാത്തത് കൊണ്ട്. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്, മഖ്ലൂഖല്ല സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന് ആ ഇമാം അഹ്മദ് അഹ്ലുസുന്നയുടെ ഇമാം എന്നാണ് ലോകം മുഴുക്കയും അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേര്. ഈ ഉമ്മത്ത് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ട 2 ഘട്ടങ്ങളാണ് ചരിത്രത്തിലുള്ളത്. ഒന്ന്, നബി തങ്ങളുടെ വഫാത്തിനെ തുടർന്ന് ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ. ഖുർആൻ ഇസ്ലാമെന്ന് പോകുന്നു, സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു, കള്ളപ്രവാചകന്മാർ വരുന്നു. ഇങ്ങനെ ഒരുപാട് ഫിത്നകൾ ഉണ്ടായപ്പോൾ അവിടെ ഉറച്ച നിലപാടെടുത്ത് മുസ്ലിമീങ്ങൾക്ക് ദിശാബോധം നൽകിയ ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ്. അതാണ് ഒരു ഘട്ടം. 2-ാമത്തെ ഘട്ടം ഇമാം അഹ്മദിൻ്റെ കാലമാണ്. ആ ഇമാം അഹ്മദാണ് ഇമാം അഹ്ലുസുന്ന. അദ്ദേഹം ഇങ്ങനെ ചെയ്തുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് മകനാണ് ഉദ്ധരിക്കുന്നത്. ഇതാണ് ഒരു സംഭവം. മറ്റൊന്ന്, ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഇതേപോലെ ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ, വഴിതെറ്റിയ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാലും മതി, ഹദീസ് ഉണ്ടല്ലോ. അദ്ദേഹം ഒരു സനദ് കാണണം. സനദ് കണ്ടപ്പോൾ അദ്ദേഹം ഈ സനദ് സംതൃപ്തമല്ല, ഈ സനദ് സ്വീകാര്യമല്ല, അതുകൊണ്ട് സ്വീകാര്യമല്ലാത്തതിനാൽ അത് പ്രവർത്തികമാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ പ്രതികരിച്ചത്. ഇത് ശിർക്കുണ്ട്, അവിടെ ഞാൻ ചെയ്യൂല എന്നല്ല പറഞ്ഞത്. ഇത് ശിർക്കാണ്, അതുകൊണ്ട് ചെയ്യില്ല എന്നല്ല. നേരെ മറിച്ച് ഇത് സ്ഥിരപ്പെട്ടതല്ല, സനദ് ശരിയല്ല, അത് പ്രാവർത്തികമാക്കാവതല്ല എന്നാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ പറഞ്ഞത്. അതേപോലെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ കലിമത്ത് ത്വയ്യിബ് എന്ന് പറയുന്ന ദിക്റുകളെ പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, അത് അദ്ദേഹം യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്നിടത്ത് ഈ റിപ്പോർട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നവവി ഇമാം റഹിമഹുല്ലാ അദ്ദേഹത്തെ അൽ അദ്കാറിലും സമാനമായ ഈ റിപ്പോർട്ട് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അൽവാബിൽ സ്വയ്യിബ്, ദമ്മുൽ കലാം തുടങ്ങി വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ ഇത് കാണാം. ഇമാം ഷൗക്കാനി അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന ദിക്റുമായി ബന്ധപ്പെട്ട് എഴുതിയ ഗ്രന്ഥത്തിലും അദ്ദേഹം ഇത് കൊണ്ടുവരികയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ അദ്ദേഹം അവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഹദീസിൻ്റെ ഒരു പശ്ചാത്തലം. സ്വഹീഹല്ല, അതാണ് മുസ്ലിം ലോകത്തെ ഈ വിഷയത്തിലുള്ള അന്നത്തെ ചർച്ച. സ്വഹീഹാണോ സ്വഹീഹല്ലേ എന്നാണ്. സ്വഹീഹാണ് എന്ന് ധരിച്ചു പോയവരുണ്ട്, അവരത് അമൽ ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിലോ സ്വഹീഹല്ലായിരുന്നു. അവർക്ക് കുറ്റമൊന്നുമില്ല, കാരണം സ്വഹീഹാണ് ധരിച്ചു, അത് പ്രകാരം ചെയ്തു. പക്ഷെ സ്വഹീഹല്ല എന്ന് ബോധ്യപ്പെട്ടവരോ അവർക്കത് ഒഴിവായി. സ്വഹീഹല്ല എന്ന് ബോധ്യപ്പെട്ട ആരും പിന്നെ അത് അമൽ ചെയ്തിട്ടുമില്ല. ഇതാണ് ആദ്യകാലത്തുണ്ടായത്. ഇനി ഈ റിപ്പോർട്ട് എങ്ങനെയാണ് വിവാദമായത്? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ സൂഫികളായ ആളുകൾ, ഖബറുകളെ അടുക്കൽ ചെന്ന് ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, സമസ്തയുടെ ആളുകൾ, അവരൊക്കെ ലോകാടിസ്ഥാനത്തിൽ കഴിഞ്ഞൊരു 10-200 കൊല്ലമായി തങ്ങളുടെ ശിർക്കിനും ഖുറാഫാത്തും തെളിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച കൂട്ടത്തിൽ അതിന് വല്ല തെളിവും കിട്ടുമോ എന്ന് ഖുർആനിലും ഹദീസിലും ഒക്കെ തപ്പിപ്പിടിച്ച് നടക്കുന്ന പണിയാണ് അവർക്കുള്ളത്.
അപ്പോൾ ഖുർആനിൽ ചില ആയത്ത് കൊണ്ടുവരും, ഇത് മരിച്ചോട് തരാൻ തെളിവാണ് എന്ന് പറയും. ഹദീസിൽ നിന്ന് പലതും കൊണ്ടുവരും, ഇത് തെളിവാണ് എന്ന് പറയും. ആ ഗണത്തിൽ സ്ഥിരപ്പെടാത്തതായിട്ടും ദഈഫായിട്ട് കൂടി ഈ സംഭവത്തെ അവർ തെളിവാക്കാൻ ശ്രമിച്ചു. അവിടുന്നാണ് ഇത് മറ്റൊരു തരത്തിലേക്ക് ചർച്ച പോകുന്നത്. അതുവരെയുള്ള കാലത്ത് അത്തരം ചർച്ച ഇല്ല, കാരണം അന്നാരും അതങ്ങനെ തെളിവാക്കിയിട്ടില്ല. പിന്നീട് സൂഫികൾ തെളിവാക്കാൻ തുടങ്ങി. അവരെങ്ങനെ തെളിവാക്കിയത്? അവർ തെളിവാക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞ എന്താണ്? ഫഇന്ന ലില്ലാഹി ഇബാദൻ, അല്ലാഹു തആലയ്ക്ക് ചില അടിമകളുണ്ട്, അവർ ഹാലിറാണ്, നാം അവരെ കാണുകയില്ല. ഇതാണോ അതിനുള്ള വാചകം? അള്ളാഹ്ക്ക് അടിമകളുണ്ട്, അവരവിടെ വിജനപ്രദേശത്തുണ്ടാകും, നമ്മൾ അവരെ കാണുകയില്ല, ഹാലിറാണ്. അപ്പം ഹാലിറായ അടിമ, അവിടെ ഉള്ള അടിമ, നമ്മൾ കാണാത്ത അടിമ. അപ്പം അവിടെ ഉണ്ടായിട്ടും കാണാത്ത അടിമ എന്ന് പറഞ്ഞാൽ അതാരാ? അപ്പം സൂഫികൾ പറഞ്ഞു, അത് മരിച്ചുപോയ അമ്പ്യൗലിയാക്കന്മാരാണ്. മരിച്ചുപോയ അമ്പ്യൗലിയാക്കന്മാരാണ് അവിടെ ഹാജരാകുന്നത്, നമ്മൾ കാണുകയില്ല, അവരുടെ ഹാജരാകും. അപ്പം അവരെ വിളിക്കാൻ തെളിവാണ് ഈ ഹദീസ്. ഇതാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. ശിർക്കിൻ്റെ വാഹകർ ഈ സംഭവത്തെ തെളിവാക്കാൻ ശ്രമിച്ച അങ്ങനെയാണ്. ഫഇന്ന ലില്ലാഹി ഇബാദൻ, അല്ലാഹു തആലയ്ക്ക് ചില അടിമകളുണ്ട്, നാം കാണുകയില്ല എന്ന് പറഞ്ഞു. അതേപോലെ ഹാജരായവരാണ്, എന്നാലും കാണുകയില്ല. ഫഇന്ന ലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി ഹാലിറൻ സയഹ്ബിസുനഹാ ലഹു, ആ മൃഗത്തെ തടഞ്ഞു വെക്കുന്ന ഹാലിറായ അടിമകളുണ്ട് എന്നും പറഞ്ഞു. അപ്പം ഹാലിറായാലും കാണാത്ത, ഹാലിറായി മൃഗത്തെ തടഞ്ഞു വെക്കുന്നവരാരാ? അത് മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കന്മാരൊക്കെ അവിടെ വരുമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് അവർ അത് തെറ്റായി വ്യാഖ്യാനിച്ചു. അത് ലോകത്ത് പലരും കൊണ്ടുവന്നു ആ വാദം. സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന സൂഫികളുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ നേതാവായി പരിചയപ്പെടുത്തുന്ന ആൾ, ആ സൈനി ദഹ്ലാൻ ഈ സംഭവത്തെ റിപ്പോർട്ടിനെ തെളിവായി കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങൾക്ക് തെളിവ് മരിച്ചോലെ വിളിക്കാൻ. സൈനി ദഹ്ലാൻ ഖണ്ഡനമായി വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം എഴുതപ്പെട്ടു, സിയാനത്തുൽ ഇൻസാൻ മിൻ വസ്വസതി ശൈഖ് ദഹ്ലാൻ എന്ന പേരിൽ. സിയാനത്തുൽ ഇൻസാൻ അൻ വസ്വസതി ശൈഖ് ദഹ്ലാൻ, ഷെയ്ഖ് സൈനി ദഹ്ലാന്റെ വസ്വാസിൽ നിന്ന് മനുഷ്യന്മാരെ സംരക്ഷിക്കൽ എന്ന പേരിൽ ഗ്രന്ഥം എഴുതപ്പെട്ടു. മുഹമ്മദ് ബഷീർ അശ്ശഹ്സുവാനി, അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ കാലം മുമ്പ് മരണപ്പെട്ടു പോയവരാണ്. ലോകം മുഴുവൻ അംഗീകരിച്ച കിതാബാണിത്. നമ്മുടെ എല്ലാ ജാമ്യകളിലും, എടവണ്ണ ജാമ്യം, പുളിക്കൽ ജാമ്യം അടക്കം ഒരു കാലത്ത് വലിയ വലിയ പണ്ഡിതന്മാർ ആ കുട്ടികൾക്ക് ഇത് ഓതിപ്പഠിപ്പിച്ച കിതാബാണ് സിയാത്തുൽ ഇൻസാൻ. ഇപ്പുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ആ സിയാത്തുൽ ഇൻസാനിന് അന്ന് ബഷീർ ഷഹ്സുവാനി റഹിമഹുല്ല ഈ ഹദീസിൽ ബന്ധപ്പെട്ട് കൊടുത്ത മറുപടി എന്താ? 2 മറുപടി കൊടുത്തു. ഒന്ന്, ഫൽ ഹദീസു ലഈഫുൻ, ഈ ഹദീസ് ലഈഫാകുന്നു, അതൊരു മറുപടി. രണ്ടാമത്തെ മറുപടിയോ, വഅലാ തഖ്ദീരി സുബൂതിഹി, ഇത് സ്ഥിരപ്പെട്ടതാണെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, ഇത് സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ. അപ്പം വിസ്തമല്ല സങ്കല്പിച്ചത്, വിസ്തം സങ്കല്പിച്ചുണ്ടാക്കിയതല്ല. പിന്നെ വഅലാ തഖ്ദീരി സുബൂതിഹി, സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ, ഫഫീഹി നിദാഉൻ ലിൽ അഹ്യാഇ, ഇത് ജീവിച്ചിരിപ്പുള്ളവരെ വിളിക്കലാണ്. വതലബും മിൻഹും, അവരോട് ആവശ്യപ്പെടലാണ്. മാ യഖ്ദിറൂന അലൈഹി, അവർക്ക് സാധിക്കുന്ന കാര്യം അവരോട് ചോദിക്കൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. കണ്ടോ, മരിച്ചവരല്ല അവിടെ ഉണ്ടെന്ന് പറഞ്ഞാരാ? ഹാജരായവർ. മരിച്ചോലെ ഹാജരാകൂല. അപ്പൊ ഹാജരായവർ എന്നാ കാണാത്തവർ അതാരാ? ജിന്നാവാം, മലക്കാവാം, ഔ ജുന്ദും മിൻ ജുനൂദില്ലാ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട മറ്റു വല്ല അടിമകളുമായിരിക്കാം എന്നല്ലാതെ ഇത് മരിച്ചവരെ വിളിക്കാൻ തെളിവല്ല എന്നാണ് സിയാനത്തുൽ ഇൻസാനിൽ അന്ന് കൊടുത്ത മറുപടി. ഇത് എത്ര കാലം എടവണ്ണ ജാമിയിലൊക്കെ പഠിപ്പിക്കപ്പെട്ട കിതാബാണിത്. അതിനാണ് ഈ മറുപടി കൊടുത്തത്. ഇത് മാത്രമല്ല, സമാനമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണാം. ഹദിഹി മഫാഹിമുന എന്ന പേരിൽ സ്വാലിഹാലു ശൈഖ് എഴുതിയ ഗ്രന്ഥമുണ്ട്. അലവി മാലിക്കി എന്ന് പറയുന്ന ഒരു സൂഫി പണ്ഡിതൻ കാന്തപുരത്തിൻ്റെ കാടന്തൂർ മർക്കസിന്
തറക്കല്ലിട്ട ആള്, അതാണ് പിന്നെ അലവി മാലിക്. കാടന്തൂർ മർക്കസ് തറക്കല്ലിട്ട ആളാണ്. തറക്കല്ലിടാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാനൊരു ഡേറ്റിന് ഒഴിവാണ്, പക്ഷേ പങ്കെടുക്കുമെന്ന് ഞാൻ അപ്പം പറയില്ല. കാരണം ഞാൻ നബിയോട് ചോദിക്കട്ടെ, നബി സമ്മതിച്ചാൽ വരാം, അല്ലെങ്കിൽ വരൂല. പിന്നെ മൂപ്പര് വിളിച്ചു, ആ നബി സമ്മതിച്ചിട്ടുണ്ട്, വരാൻ വേണ്ടി. അപ്പം എന്തായി, കാന്തൂർ മർക്കസ് നബിൻ്റെ അംഗീകാരം ഉണ്ടെന്നായല്ലോ. കാരണം അവിടുത്തെ കാന്തവരാണ് അലവി മാലിക്. അപ്പോൾ രണ്ട് കാന്തവർ ഒത്തിട്ടുണ്ടാക്കിയ നാടകമാണത്. ആ അലവി മാലിക് ഗ്രന്ഥം എഴുതി, മഫാഹീം യജിബു അൻ തുസഹഹ, മഫാഹീം യജിബു അൻ തുസഹഹ, തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷയുണ്ട്. 40 ഭാഷകളിലേക്ക് ആ ഗ്രന്ഥം സൂഫികൾ ലോകവ്യാപകമായി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മറുപടി ആയിക്കൊണ്ടാണ് സ്വാലിഹ് ആലു ഷെയ്ഖ് ഈ ഗ്രന്ഥം എഴുതിയത്, ഹാദിഹി മഫാഹിമുന. ആ കിതാബിൽ അലവി മാലിക് തെളിവാക്കി, ഞങ്ങൾക്ക് മരിച്ചവരെ വിളിക്കാൻ തെളിവ് ഈ ഹദീസാണ്. അള്ളാഹിൻ്റെ അടിമകളെ എന്ന് വിളിക്കാൻ നബി പറഞ്ഞല്ലോ, ആ അടിമകളാരാ? അമ്പിയാക്കന്മാരാണ്. അതിന് ഹാദിഹി മഫാഹിമുനയിൽ ആലു ഷെയ്ഖ് ഇതേ മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഒന്ന് വൽ ഹദീസ് അലാ ദുഅഫിഹി, ഈ ഹദീസ് ദഈഫാണ് എന്നതോടൊപ്പം തന്നെ മിൻ അബ്വാബിൽ അദ്കാർ, ദിക്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതിൽ പറഞ്ഞത്. ലാ യദുല്ലു അലാ, ഈ ഹദീസ് അറിയിക്കുന്നില്ല എന്ത്? ലാ യദുല്ലു, ഇത് അറിയിക്കുന്നില്ല അലാമാ യദുല്ലു അലൈഹിൽ മുബ്തിലത്തു മിൻ സുആദിൽ മൗതാ വനഹ്വിഹിം, മരിച്ചവരോടോ സമാനമായോടോ തേടാൻ വേണ്ടി ഇവർ കൊണ്ടുവരുന്ന തെളിവുണ്ടല്ലോ, ആ തെളിവിനെതിരിക്കും തെളിവാവുകയില്ല. മാത്രവുമല്ല, ശേഷം ബൽ എന്നാൽ ഇന്നഹു സ്വരീഹുൻ, ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്, ഫീ അന്ന മൻ യുഖാതിബുഹു, ഇവിടെ വിളിക്കുന്ന ആരെയാണ്? ളാലു ത്വരീഖ്, വഴിതെറ്റിയ ആൾ വിളിക്കുന്നത് ആരെയാണ്? ഹുമുൽ മലായിക, മലക്കുകളാണ്. ഓഹം യസ്മഉന മുഖാതബതഹു ലഹും, അവർ ഇത് കേൾക്കുന്നവരാണ്. വയഖദിറു ഇജാബത്തി ബിഇദ്നി റബ്ബിഹിം, റബ്ബിന്റെ അനുമതി പ്രകാരം അതിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നവരാണവർ. യന്നഹും അഹ്യാ, ജീവിച്ചിരിപ്പുള്ളവരാണ്. മുംകിനൂന മിൻ ദലാലത്തിൽ ളാലി, വഴിപിഴച്ച ആൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാകുന്നവർ. ഫഹും ഇബാദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി കൊടുത്തത്. വിസ്തമല്ല ആ മറുപടി പറഞ്ഞത് എന്നർത്ഥം. അതേപോലെ ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇതേ മറുപടി അദ്ദേഹം നൽകിയത് കാണാൻ കഴിയും. എന്താ ചോദ്യം? സുഇല ശൈഖുനാ മിൻ അൻ ഹദീസ് യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ പറ്റി ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ചോദ്യം വരുന്നു. മറുപടി എന്താ? ഈ അൽ ജവാബ് മഹല്ലു നദരിൻ ഫീ സിഹത്തിഹി, സഹീഹാണോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. വഖദ് യകൂനു മിനൽ മലായിക, ചിലപ്പോൾ മലക്കുകളാവാം. വമിൻ മുഅ്മിനി അൽ ജിന്നി, മുഅ്മിനായ ജിന്നുകളാവാം. വഹഉലായി ഹാലിറൂന, ഇത് ഹാലിറുള്ളവരാണ്, ജിന്നായാലും മലക്കായാലും ശരി. വലൈസ ദുആഉൻ ലിഗായിബിൻ, അത് ഗായിബിനുള്ള ദുആ അല്ല, ഗായിബിനുള്ള ദുആ അല്ല, ഇത് ഹാലിറാണ്. ജിന്നാവാം മലക്കാവാം, ഇത് ഗായിബിനുള്ള ദുആ അല്ല എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് നൽകുന്ന മറുപടി. എത്രയെത്ര പണ്ഡിതന്മാരാണ് അങ്ങനെ ഇതേ മറുപടി നൽകിയത്. ഇതാണ് ഈ ഹദീസിൻ്റെ ഒരു പശ്ചാത്തലം. ഇത് സ്വഹീഹല്ല. ഇതിൻ്റെ വാചക ഘടന തന്നെ പരിശോധിച്ചാൽ ഇത് മരിച്ചവരെ പറ്റിയല്ല. ഹാദിറായ അടിമ, നമ്മൾ കാണാത്ത അടിമ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മലക്ക്, അല്ലെങ്കിൽ ജിന്ന്, അല്ലെങ്കിൽ അതേപോലെ മറ്റു വല്ല റബ്ബിൻ്റെ സൈന്യങ്ങളും. ഇനി കേരളത്തിലേക്ക് എത്തിയാലോ? കേരളത്തിൽ 1979 സൽസബീദിലേക്ക് ഇതേ വിഷയം ചോദ്യമായി വന്നു. പയ്യോളിയിൽ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യം വന്നത്. അല്ലോ, ഇവിടെ പയ്യോളിയിൽ എന്ന് പറഞ്ഞ ചോദ്യം തന്നെ തുടങ്ങുന്നത്. ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ മുസ്ലിയാർ പറഞ്ഞു, മരിച്ചുപോയ മഹാന്മാരെ വിളിക്കാൻ തെളിവുണ്ട്. തെളിവെന്താ? തെളിവ് ഈ ഹദീസാകുന്നു. അങ്ങനെ എന്താണ് ഇതിൻ്റെ വസ്തുത? ഇങ്ങനെ ഹദീസ് ഉണ്ടോ? ആ ഹദീസ് തെളിവാണോ എന്ന് സൽസബീദിലേക്ക് ഉമർ മൗലവിക്ക് ചോദ്യമായി അയക്കുകയാണ് അവിടുത്തെ മുജാഹിദീങ്ങൾ. ഉമർ മൗലവി റഹിമഹുല്ലാഹ് ആ ചോദ്യം അങ്ങനെ തന്നെ പ്രസിദ്ധീകരിച്ചു. എന്നാൽ അദ്ദേഹം താഴെ പ്രത്യേകമായി നൽകിയൊരു ഭാഗം കാണാം. ഈ ചോദ്യം കിട്ടിയപ്പോൾ ഇതിന് ഖണ്ഡനം എഴുതുവാനായി പുളിക്കൽ അറബിക് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു. അബ്ദുറഹ്മാൻ പാലത്ത്, പാലത്ത് വിദ്യാർത്ഥിയാണ് അവിടെ. അപ്പം ഇതിന് മറുപടി എഴുതാൻ പുളിക്കലിൽ പഠിക്കുന്ന കുട്ടി മതി എന്ന നിലയ്ക്ക് ഉമർ മൗലവി റഹിമഹുല്ലാഹ് അവിടുത്തെ വിദ്യാർത്ഥിയായ അബ്ദുറഹ്മാൻ പാലത്തിന് കൊടുത്തു. തലയെടുപ്പുള്ള സുന്നി മുസ്ലിയാക്കളെ എല്ലാവരും അവതരിപ്പിക്കാറുള്ള രേഖകളാണിവ. അവ എത്രത്തോളം പര്യാപ്തമായ രേഖയാണ്
അതായത് ആ രേഖകൾ അവരുടെ വാദം തെളിയിക്കാൻ തരപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ ചെറിയ വിദ്യാർത്ഥി മതി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ മറുപടിയിലുള്ളത് തന്നെയാണ്, ഈ മറുപടിയിലുള്ളത് സൽസബീലിൻ്റെ അഭിപ്രായം തന്നെയാകുന്നു. അപ്പം അന്നത്തെ ഒരു അറബി കോളേജിലെ കുട്ടിയാൾക്ക് വരെ പറയാൻ പറ്റിയ മറുപടിയാണിത്. ഇന്നോ തലനഴിച്ച വലിയ വലിയ ഉസ്താദുമാർ വരെ ഇത് ശരിയല്ല എന്ന് പറയാം. വേണ്ട, ഈ മറുപടി എഴുതിയ അബ്ദുറഹ്മാൻ പാലത്തി ഇപ്പോഴും KNM നേതാവാണല്ലോ. ഈ മറുപടി വിചിന്തനത്തിന് ഇപ്പം കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന്. അന്ന് അബ്ദുറഹ്മാൻ മദനി പാലത്തെഴുതിയ ഈ മറുപടി വിചിന്തനം വാരികയിൽ ഇപ്പം പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? നേർപ്പത്തിൽ കൊടുക്കാം, ഒരു പ്രശ്നമില്ല, അതേപടി കൊടുക്കാം. ഒരു ഹർഫ് തെറ്റാതെ, ഒരു അനുബന്ധ കുറിപ്പ് പോലും ഇല്ലാതെ ഈ മറുപടി കൊടുക്കാം. ഉമർ മൗലവി റഹിമഹുല്ലാഹ് അംഗീകരിച്ച മറുപടിയാണ്. അബ്ദുറഹ്മാൻ മദനി പാലത്ത് ഈ മറുപടി പങ്കിരിക്കുന്നുണ്ടോ? വിദ്യാർത്ഥിയായ കാലത്ത് അദ്ദേഹം മറുപടി എഴുതി, ഉമർ മൗലവി അംഗീകരിച്ചു. വിദ്യാർത്ഥിത്വം കഴിഞ്ഞ് വയസ്സായി വലുതായി നേതാവായപ്പോഴോ ഈ മറുപടി ശിർക്കാണ്, ഇത് പറ്റൂല. എന്തു പറ്റിയ സഹോദരന്മാരേക്ക്? സൽസബീലി വ്യക്തമായി എഴുതി. മാത്രവുമല്ല, അതിനുശേഷം മണ്ണാർക്കാട് സംവാദം വന്നു 2004 KNM-ഉം KJ-യും ഒന്നിച്ചുകൂടി ഔദ്യോഗികമായിട്ടാണ് സക്കരിയ സ്വലാഹിയെയും ഹനീഫ് കായ്ക്കുടിയെയും എല്ലാം അതിന് സംവാദത്തിന് പറഞ്ഞയച്ചത്. ആ സംവാദത്തിന് സമസ്തക്കയിലെ ചോദ്യവുമായി വന്നു. ആ ചോദ്യത്തിന് അന്ന് കൃത്യമായ മറുപടി, ഇതേ മറുപടി നൽകി. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോൾ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാല് നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി സൂനി എന്ന്. വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ സൃഷ്ടികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യശേഖരെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുണ്ട്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. കണ്ടോ എത്ര കൃത്യമാണ് മറുപടി? രണ്ട് മറുപടി എടുത്ത്. ഒന്ന് സ്വഹീ അല്ല, രണ്ട് സ്വഹീ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തെളിവല്ല. അത് നമ്മൾ ആലോചിച്ചുണ്ടാക്കിയൊന്നല്ല. അങ്ങനെ ഒരു ആലോചിച്ചുണ്ടാക്കാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും നമുക്കാർക്കില്ല. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച മറുപടിയാണ്. ഇത് സ്വഹീഹല്ല, സ്വഹീഹാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവല്ല. 2004 മണ്ണാർക്കാട് സംവാദം ഒരു പക്ഷേ സുന്നി മുജാഹിദ് സംവാദ ചരിത്രത്തിന് ഏറ്റവും തിളങ്ങി നിൽക്കുന്ന സംവാദങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് മണ്ണാർക്കാട് സംവാദം. അന്ന് AP-യും TP-യും അബ്ദുറഹ്മാൻ സലഫിയും MM മദനിയും അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഒന്നിച്ചുകൂടി ജാമിയ സലഫിയിൽ ഒരുപാട് ദിവസങ്ങൾ ഇതിനു വേണ്ടി ഇരുന്ന് റെഫർ ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത് ഔദ്യോഗികമായി പറഞ്ഞയച്ചതാണ് സക്കരിയ സ്വലാഹിയെയും സംഘത്തെയും ഒക്കെ. ഞങ്ങളൊക്കെ വെറുതെ കൂട്ടത്തിൽ ഇരുന്നേ ഉള്ളൂ. ഈ സംവാദം ഇന്നും നമ്മൾ കണ്ടാൽ വല്ലാത്തൊരു രോമാഞ്ചമാണ്. അത്ര നല്ല സംവാദമായിരുന്നു ആ മണ്ണാർക്കാട് സംവാദം. പക്ഷെ ഈ ഒരു മറുപടി അന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളായിരുന്നു അബ്ദുസ്സലാം സുല്ലമി. കാരണം മൂപ്പരാസ് പ്രകാരം ഇത് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞപ്പോൾ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു മണ്ണാർക്കാട് സംവാദം പരാജയമാണ്, മണ്ണാർക്കാട് സംവാദം പരാജയമാണ് എന്ന് പറഞ്ഞു. എന്താ കാരണം? ഈ മറുപടിയിലുണ്ട്, ആ മറുപടി ശരിയല്ല എന്ന് സലാം സുല്ലമിയാണ് അന്ന് ആകെ പറഞ്ഞത്. മൂപ്പർക്ക് പിന്നെ അങ്ങനെ പിന്നെ അതുമാത്രമല്ല, മൂപ്പർ കൊട്ടപ്പുറം സംവാദം വരെ മൂപ്പർ പറഞ്ഞെന്താ പരാജയമാണല്ലേ. കൊട്ടപ്പുറം സംവാദം എത്ര വലിയ മാറ്റത്തിന് നിമിത്തമായ, ഇന്നും സമസ്തക്കാര് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് കൊട്ടപ്പുറം സംവാദം. ആ സംവാദത്തെ പറ്റി എന്താ സലാം സുല്ലമി പറഞ്ഞത് ഒന്ന് കേട്ടോക്കണം നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായി വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായി വിജയം കിട്ടിയില്ല, അത് രണ്ടൂട്ടരും പറയില്ല. അത് നമ്മൾ പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്, വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി
അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്നോന് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എല്ലാം അറിയാം. കൊട്ടപ്പുറം സംഭവം പറഞ്ഞല്ലേ കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ തളങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണമായ സംഭവത്തിൽ പങ്കെടുത്ത ആളാണ്. കണ്ടോ, സുന്നി പ്രസിദ്ധീകരണത്തിലെ ആളുകൾ വന്ന് ഇന്റർവ്യൂ ചെയ്യാത്, എ പി സുന്നികൾ വന്ന് ഇന്റർവ്യൂ ചെയ്യാണ്. അവിടെ പറഞ്ഞു കൊടുക്കണത് നമുക്കവിടെ പാളിച്ച പറ്റിയിട്ടുണ്ട്, അതങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ പറഞ്ഞത്, വിവരമുള്ള മനുഷ്യന്മാരെ സ്റ്റേജിൽ കയറ്റിയിട്ടില്ല എന്ന്. എനിക്കിത് പറഞ്ഞാൽ എന്നെ കയറ്റിയിട്ടില്ല എന്ന് അതിനർത്ഥം, അതതിനർത്ഥം പാടൊന്നുമല്ല. കോട്ടക്ക സംവാദം കഴിഞ്ഞു. കോട്ടക്ക സംവാദം കഴിഞ്ഞപ്പോൾ മൂപ്പര് അഭിമുഖം കൊടുത്തു അവർക്ക് സുന്നിയാക്ക്. അവിടെ പറഞ്ഞ എന്താണ്, മുജാഹിദീങ്ങളുടെ ഭാഗം തോറ്റമ്പിപ്പോയി. നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസിങ് മാസികയിലും അവർ ചോദിക്കുന്നുണ്ട് ഈ സംവാദങ്ങളെപ്പറ്റി. അവിടെയും പറഞ്ഞു ഒക്കെ തോറ്റമ്പിപ്പോയി. അപ്പം ലാസ്റ്റ് ചോദിച്ചാൽ, അല്ല നിങ്ങൾ പങ്കെടുത്ത സംവാദം ഉണ്ടോ ഞങ്ങളേറ്റ്, അതിലും നിങ്ങൾക്ക് കുറച്ച് അബദ്ധം പറ്റിയല്ലോ. അത് ഞാൻ വിചാരിക്കാതെ മറ്റോ പറഞ്ഞു പോയതാണ്, അങ്ങനെ തോറ്റതാണ്. കണ്ടോ എത്ര എന്താ ഒരു മനുഷ്യന്മാർക്ക് സാധാരണ നമ്മൾ അസൂയ അതേപോലെ പക എന്നൊക്കെ കേൾക്കലുണ്ട്. ഇത് എല്ലാ സീമയും ലംഘിച്ചുകൊണ്ടാണ്. ഇപ്പം KJ സെക്രട്ടറി പറഞ്ഞ എന്താണ്, കാന്തപുരത്തിൻ്റെ നോളജ് സിറ്റി തുലാസിനെ തട്ടിൽ വെച്ചാൽ, ബിസ്റ്റത്തിൻ്റെ എല്ലാം കൂടി മറ്റേ തട്ടിൽ വെച്ചാൽ കാന്തപുരത്തിൻ്റെ കണം തൂങ്ങുകയാണ്. ഇപ്പോഴത്തെ KJ സെക്രട്ടറി കണ്ടുപിടുത്താണ്, നിവൃത്തില്ല അതിനൊന്നും. ആവട്ടെ, ഏതായിരുന്നാലും ഈ ഹദീസ് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചർച്ച വന്നത്. അത് ഖുറാഫികളാണ് ചർച്ചയാക്കിയത്. അവർക്ക് മരിച്ചോലെ വിളിക്കാൻ, അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ റിപ്പോർട്ടുമായി ഇറങ്ങിയത്. അവിടെ 2 മറുപടി കൊടുത്തു. ഇത് സ്വഹീഹല്ല. 2, ഇതിൽ നിങ്ങൾ പറയുന്ന വിഷയമേ ഇതിലില്ല. ഈ മറുപടിയാണ് എന്നും നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകത്ത് സലഫി പണ്ഡിതന്മാർ മുഴുവൻ സൂഫികൾക്കെതിരായി പറഞ്ഞ മറുപടി. ഈ മറുപടി നാം ഇന്നും പറയുന്നു. ഒരു മാറ്റവുമില്ലാതെ, ഒരു ഹർഫ് പോലും കൂട്ടാതെ ആ മറുപടി അങ്ങനെ തന്നെ പറയുന്നു. ആ മറുപടി ഇന്ന് പറയാൻ മർക്കസ് അവർക്ക് ഏതാനും കഴിയില്ല. ഇപ്പം KNM സാധിക്കാത്ത അവസ്ഥ വന്നു. ഇതാണ് അവർക്ക് സംഭവിച്ച മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്നുകൂടി നാം മനസ്സിലാക്കുക. അല്ലാഹു തആല ഹക്കിൽ ഉറച്ചു നിൽക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.